ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി. അതിൽ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ഇൻ എ ഹോട്ടൽ. ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹിസ് സ്റ്റേ ഇൻ എ ഹോട്ടൽ ഡസ് നോട്ട് എക്സീഡ് 15 days, the perquisite value nil. In other cases, that means 15 daysനേക്കാളും കൂടുതലാണ് എങ്കിൽ 24% of salary or actual higher charges whichever is less, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. ഹോട്ടലിലാണ് എംപ്ലോയർ എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അത് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. Then number of stay in a hotel does not exceed 15 days, the perquisite value nil. In all other cases, എത്രയാണ് എടുക്കേണ്ടത്? 24% of salary or actual higher charges whichever is less. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. എന്താണ് തന്നിരിക്കുന്നത്? A is appointed at Chennai. He stayed in a hotel for 25 days and thereafter shifted in a house provided by his employer. From the following information, determine the taxable value of perquisite stay in a hotel. എന്താണ് കണ്ടീഷൻസ് തന്നിരിക്കുന്നത്? റൂം റെന്റ് ഇൻ എ ഹോട്ടൽ ₹1000 per day. അതുപോലെ തന്നെ സാലറി ഫോർ വാലുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ₹7,30,000. The employer recovered ₹200 per day from A regarding stay in a hotel. അപ്പോൾ നമുക്ക് എഴുതാം computation of perquisite value. Stay in a hotel. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 15 daysനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 25 days. അപ്പോൾ 24% ഓഫ് സാലറി. ഇവിടെ 1 ഇയറിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 7,30,000 ഡിവൈഡഡ് ബൈ സാലറി എന്ന് പറയുന്നത് 7,30,000 ആണ്. അപ്പോൾ 7,30,000 ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു എത്ര ദിവസം? 25. അപ്പോൾ എത്ര വരും? വാട്ട് ഈസ് ദി എമൗണ്ട്? എമൗണ്ട് ഈസ് ഈക്വൽ ടു 50,000. ഇനി ഈ 50,000ൻ്റെ 24%, 50,000 ഇൻറ്റു 24/100, we get 12,000. Then എന്തായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? 12,000 ഓർ ഹയർ ചാർജസ്. അപ്പോൾ 25 days ആണ്. അപ്പോൾ 25 ഇൻറ്റു 1,000, ദാറ്റ് ഈസ് 25,000. 25,000 whichever is less. whichever is less. അങ്ങനെ പറയുമ്പോൾ ഏത് എമൗണ്ട് ആണ്? 12,000. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ദ എംപ്ലോയർ റിക്കവേർഡ് ₹200 per day from A regarding stay in a hotel. That is less amount recovered from the employee. That is 200 into 25. That is 5,000.
അപ്പോൾ what is the balance? That is 7,000. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടലാണ് എങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത് ഹോട്ടലിലാണ് എങ്കിൽ അവിടെ 15 ഡേയ്സിനേക്കാളും കുറവാണെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നിൽ. ദെൻ ഇൻ അതർ കേസസ് ദാറ്റ് മീൻസ് 15 ഡേയ്സിനേക്കാളും കൂടുതലാണെങ്കിൽ 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജസ് വിച്ച് ആർ ഈസ് ലെസ്. ഈ ക്വസ്റ്റ്യനിൽ എംപ്ലോയർ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 200 റുപ്പീസാണ് പെർ ഡേ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 × 25 ദാറ്റ് ഈസ് 5,000. അപ്പോൾ ടാക്സബിൾ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.